ഫ്രണ്ട്സ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന് നല്ല പ്രൊമോഷൻ സാധ്യതയും അത്യാവശ്യം ബെനിഫിറ്റ് അലവൻസ് ക്യാൻറ്റീൻ സ്റ്റോർ ഫെസിലിറ്റി ഒക്കെ ഉള്ള പോസ്റ്റ് തന്നെയാണ്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് എയർമെൻ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫാർമസിയിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ട്, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി BSc കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള എക്സാം, അതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ വിശദമാകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി കാണാം. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലും നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും മിസ്സാതെ ലഭിക്കും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ജോബ്സ് ഒക്കെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇന്നലെ ഒരു മെമ്പേഴ്സ് ഓൺലി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെയും മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്തരം വീഡിയോസും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ കാണാൻ പറ്റും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാം. ഇന്ത്യൻ എയർഫോഴ്സ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് എയർമാൻ ഗ്രൂപ്പ് Y കാറ്റഗറിയിൽ നോൺ ടെക്നിക്കൽ ആണ്. മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ട്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എയർമെൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ട്രേഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 12 മുതൽ ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫെബ്രുവരി 1 വരെ 2026 ഫെബ്രുവരി 1 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് മാർച്ച് 30, 31 ആ ഒരു ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും എക്സാം സ്കീമിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഇതിൽ നമുക്കിതിൻ്റെ ആദ്യം തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഈ പറയുന്ന അതായത് ഇതിൻ്റെ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ എക്സാം പറഞ്ഞല്ലോ, നമ്മൾ മാർച്ചിൽ ഉണ്ടാകുന്ന ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ്റെ ഓഫീസർ അല്ലെങ്കിൽ പൈലറ്റ് അല്ലെങ്കിൽ നാവിഗേറ്റർ അല്ലെങ്കിൽ അഗ്നിവീർ വായു ഇങ്ങനെയുള്ള മറ്റു പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു എൻട്രിയിലേക്കൊന്നും ഇത് പരിഗണിക്കില്ല. ഇത് ഈ പറയുന്ന എയർമാൻ ഇൻടേക്ക് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും 1/2027 എന്ന് പറയുന്ന ഈ ഒരു സ്കീമിലേക്ക് മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കമ്മീഷൻഡ് ഓഫീസർ വരെ ആകാം. നിങ്ങളിപ്പോൾ എയർമാനായിട്ട് കയറിയാൽ നിങ്ങൾക്ക് നിശ്ചിതമായുള്ള സർവീസൊക്കെ നിങ്ങൾ പൂർത്തിയാക്കുന്നതിനോടൊപ്പം അതിൻ്റെ മറ്റ് കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്മീഷൻഡ് ഓഫീസർ ആകാം എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും ഉയർന്ന തസ്തികയിലേക്ക് നമുക്ക് പ്രൊമോഷനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിട്ടുകളയണ്ട. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും മാരീഡ് ആണോ അൺമാരീഡ് ആണോ കുറച്ച് കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ മെഡിക്കൽ അസിസ്റ്റൻ്റ് ട്രേഡിൽ നമുക്ക് +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി ഉണ്ട്. ആ +2 വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ അൺമാരീഡ് കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് +2 ആണോ നിങ്ങളുടെ യോഗ്യതയെങ്കിൽ +2 വെച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അൺമാരീഡ് ആയിരിക്കണം. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരേണ്ടത് 1 ജനുവരി 2006 1 ജനുവരി 2010 ഈ ഡേറ്റ്, ഈ പറയുന്ന ഈ മന്ത് ഡേ അതുപോലെ ഇയർ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഡേറ്റ് ഉൾപ്പെടെ ഇതിൻ്റെ എവിടെയെങ്കിലും ഉള്ളിൽ നിങ്ങൾ ജനിച്ചവരാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ ഇയർ വൈസ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എത്ര വയസ്സായിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 17 വയസ്സ് ടു 21 വയസ്സാണ്. മിനിമം 17 വയസ്സ് പൂർത്തിയായിരിക്കണം, 21 വയസ്സ് കഴിയാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡിലേക്ക് നമ്മൾ വരുമ്പം ആ മെഡിക്കൽ അസിസ്റ്റൻറ്റിൽ തന്നെ നമുക്ക് ഫാർമസിയിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ BScയോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഫാർമസിയിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിൽ 2 കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്ന് അൺമാരീഡ് കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 ജനുവരി 2003 1 ജനുവരി 2008 എന്ന് പറയുന്ന ഈ ഡേറ്റുകളുടെ ഇടയിലായിരിക്കണം. ഓക്കെ. എന്നാൽ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ്, നിങ്ങൾ ഈ പറയുന്ന ഫാർമസിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BSc ആണ് നിങ്ങളുടെ യോഗ്യത എങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറയുന്ന ഡേറ്റുകളുടെ ഉള്ളിലായിരിക്കണം. 1 ജനുവരി 2003 1 ജനുവരി 2006 ഇടയിലായിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. ഇയർ വൈസ് നമുക്ക് എത്ര ഇവിടെ കാണാൻ പറ്റും. മാരീഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഫാർമസിയിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ഈ പറയുന്ന BScയോ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ മിനിമം 21 പൂർത്തിയായിരിക്കണം. മാക്സിമം 24 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ മാരീഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്. എന്നാൽ അൺമാരീഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ BSc ആണ് നിങ്ങളുടെ യോഗ്യത എങ്കിൽ മിനിമം 19 വയസ്സ് മാക്സിമം 24 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് +2 വെച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മിനിമം 17 പൂർത്തിയായിരിക്കണം, മാക്സിമം 21 കഴിയാൻ പാടില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഈ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഇവിടെ കൊടുത്തതെന്തിനാണെന്ന് വെച്ചാൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക, നിങ്ങൾ ഈ ഡേറ്റുകളുടെ ഇടയിലാണോ വരുന്നത് നോക്കുക. ഈ ഡേറ്റിൽ വന്നാലും കുഴപ്പമില്ല, ഈ ഡേറ്റുകളുടെ ഇടയിൽ വന്നാലും കുഴപ്പമില്ല, ഇതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും ആകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മളിതിൽ എലിജിബിൾ ആയിരിക്കുന്നത്. ഇതിലേക്ക് ഏജ് റിലാക്സേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. ഇനി അതോടൊപ്പം തന്നെ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ എല്ലാം ക്ലിയർ ചെയ്തു, എല്ലാ സ്റ്റേജും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇതിൽ ഏകദേശം 3-4 സ്റ്റേജ് വരുന്നുണ്ട്, ഒക്കെ ഞാൻ പറയാം. അങ്ങനെ സ്റ്റേജൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എൻറോൾ ചെയ്യുന്ന ഡേറ്റിലേക്ക് 21 വയസ്സ്, അതായത് ഈ പറയുന്ന +2 കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് 21 വയസ്സ്, ആ എൻറോൾമെൻറ്റ് ഡേറ്റ് എന്നാണോ ആ ഡേറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സെലക്ഷൻ ഡേറ്റോ കാര്യങ്ങളൊന്നുമല്ല, എൻറോൾമെൻറ്റ് ഡേ, നമ്മൾ അതിലേക്ക് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്ന ഡേറ്റ്, ആ ഡേറ്റ് നമുക്ക് എല്ലാ സ്റ്റേജസും ക്ലിയർ ചെയ്ത് നമുക്ക് ആ എൻറോൾമെൻറ്റ് ഡേറ്റ് എന്നാണോ ആ ഡേറ്റിലേക്ക് നമുക്ക് 21 കഴിയാൻ പാടില്ല. നിങ്ങളെ യോഗ്യത +2 ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ. ഇനി നിങ്ങൾ ഡിപ്ലോമയോ അല്ലെങ്കിൽ BSc വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ എൻറോൾമെൻറ്റ് ഡേയിലേക്ക് നിങ്ങൾക്ക് ഡേറ്റിലേക്ക് 24 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എൻറോൾമെൻറ്റ് ഡേയിലേക്ക് ആ ഡേറ്റിലേക്ക് നമുക്ക് +2 വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ 21 കഴിയാൻ പാടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ BSc വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് 24 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ള കാര്യം കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നാമത്തെ +2 സ്കീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ VHSC വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, +2 ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഒന്നും എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. +2 സയൻസ് എടുത്ത് പഠിക്കണം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്റ്റ് നമ്മൾ +2 പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ PCB എന്നുള്ള ലെവലിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ പഠിച്ചിരിക്കണം, പ്ലസ് ഇംഗ്ലീഷും നമ്മൾ സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഈ പറയുന്ന ടോട്ടൽ പെർസെൻറ്റേജ് 50% ഉണ്ടായിരിക്കണം. എന്നാൽ ഇംഗ്ലീഷിൽ മാത്രമായിട്ട് മിനിമം നമുക്ക് 50% മാർക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ട മാക്സിമം അതിലേക്കൊക്കെ അയച്ചു കൊടുക്കാം. നല്ലൊരു എൻട്രി ആണ്, നല്ല പ്രൊമോഷൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യത പാടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ബാക്കി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ കരിയർ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏറ്റവും ഇതിൻ്റെ ഒരു വാറൻറ്റ് ഓഫീസ്, അതായത് മാസ്റ്റർ വാറൻറ്റ് ഓഫീസർ എന്ന് പറയുന്ന, അതായത് നമ്മൾ ഒരു ഡിസേർവിങ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മാസ്റ്റർ വാറൻറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരെ നമുക്ക് എത്താൻ പറ്റുന്നതാണ്. ഡിപ്പെൻസ് ഓൺ നമ്മുടെ സർവീസ് ഡ്യൂറേഷൻ അനുസരിച്ചിട്ടും മറ്റു അവസരങ്ങളൊക്കെ അനുസരിച്ചിട്ടും നമുക്ക് ഏറ്റവും വലിയ പോസ്റ്റുകളിൽ വരെ നമുക്ക് എത്താൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സർവീസ് എൻട്രി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 years ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, ഈ പറയുന്ന ഏജിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ആ സമയമെങ്കിൽ 32 to 42 ഇയേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഏജ് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സർജൻറ്റ് ടു അതിൻ്റെ മുകളിലുള്ള പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് ഓഫീസറായിട്ട് മാറാൻ പറ്റും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള കുറേ നമുക്ക് ഫിസിക്കലായിട്ട് ഫിറ്റ്നസ്സിനുള്ള സംഭവങ്ങളും സ്പോർട്സും ലൈബ്രറിയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കോൺട്രിബ്യൂട്ടറി എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഉണ്ട്, അതുപോലെ തന്നെ പെൻഷന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റി, ഓക്കെ ക്യാൻറ്റീൻ സ്റ്റോർ ഫെസിലിറ്റി കാര്യങ്ങൾ, സബ്സിഡൈസ്ഡ് പ്രീ റിലീസ് കോഴ്സ്, അങ്ങനെ കുറേ ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടിഫിക്കേഷനിലൂടെ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, ഇംഗ്ലീഷും വേണം. അപ്പോൾ എല്ലാത്തിലും കൂടെ നിങ്ങൾക്ക് 50% മാർക്ക് ടോട്ടൽ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം. 50 മാർക്ക് ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് ആയിട്ടും ഇൻഡിവിജ്വൽ ആയിട്ട് അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 50 ഇംഗ്ലീഷിൽ മാത്രം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് VHSC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, വൊക്കേഷണൽ കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 year ഡ്യൂറേഷനുള്ള വൊക്കേഷണൽ കോഴ്സ്, അത് VHSC ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. VHSCയിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പഠിച്ചവരാണെങ്കിൽ 50% മാർക്കുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് 50% മാർക്കും വേണം. ഇനി അടുത്ത് നമുക്ക് ഇതാണ് ഒന്നാമത്തെ സ്കീം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ സ്കീം ആർക്കാന്ന് വെച്ചാൽ നിങ്ങൾ ഫാർമസിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾ BSc കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്. അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ +2 എന്തായിരിക്കണം. അപ്പോൾ ഫാർമസിയിൽ ഡിപ്ലോമ ആണെങ്കിലും BSc ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം, +2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അതായത് +2 നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് 50% മാർക്കോടെ ടോട്ടൽ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ആ രീതിയിൽ നിങ്ങൾ +2 കഴിഞ്ഞിരിക്കണം. പ്ലസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, ഫാർമസിയിലുള്ള ഡിപ്ലോമയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, BScയോ ഉണ്ടായിരിക്കും. അതിൽ ഒന്ന് വേണം.
ഓക്കെ, 50% മാർക്ക് അതിൽ ടോട്ടൽ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. ഡിപ്ലോമ ആണെങ്കിൽ 50% വേണം, ഇനി BSc ഫാർമസി ആണെങ്കിൽ 50% മാർക്ക് വേണം. ഓക്കെ, അതോടൊപ്പം തന്നെ പ്ലസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലോ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള രജിസ്ട്രേഷനും നിങ്ങൾ ചെയ്തിരിക്കണം, വാലിഡ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 രീതിയിലാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒന്ന് +2 മാത്രം വെച്ച് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ VHSC മാത്രം വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ +2 ക്വാളിഫിക്കേഷനും പ്ലസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഫാർമസിയിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ BScയോ അതിലേതെങ്കിലും ഒന്ന് വേണം, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാകും. ചില ഉദ്യോഗാർത്ഥികളുടെ 49.99 ഒക്കെയാണ് വരുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് എന്താണ് 50 എന്ന് റൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റില്ല, അത് 49 എന്ന് കണക്കാക്കി എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 49.99 ആണ് നമ്മുടെ പോയിന്റിന് ശേഷമുള്ള ഡിസിമിൽ വരുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് 50 എന്നുള്ള 50% നിങ്ങൾ ഒരിക്കലും ആക്കരുത്, അത് 49 തന്നെയാണ് കണക്കാക്കുക കേട്ടോ. ഓക്കെ, തീർത്തും എങ്ങനെയാണോ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അതാണ് നമ്മൾ നോക്കേണ്ടത്, അങ്ങനെ നോക്കിയിട്ട് എലിജിബിൾ ആണോ നോക്കാം. ഇനി ഇതിൻ്റെ നിർബന്ധമായിട്ടും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് ഹൈറ്റിനും ഏജിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചെസ്റ്റൊക്കെ മിനിമം 75 സെൻറ്റിമീറ്റർ, അത് എക്സ്പാൻഷനിൽ ഒരു 5 സെൻറ്റിമീറ്റർ വരണം എന്നുള്ളതാണ്. ഇയറിങ്ങോ ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. ഡെൻ്റൽ ഇതൊക്കെ നമുക്ക് എന്താണ് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി ഹൈറ്റും മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ മെഡിക്കൽ അസിസ്റ്റൻ്റ് ഈ പറയുന്ന നമ്മൾ +2 വെച്ചിട്ടാണെങ്കിലും ഇനി നിങ്ങൾ ഫാർമസിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BSc വെച്ചിട്ടാണെങ്കിലും ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ മിനിമം. ഭയങ്കര ഹൈറ്റൊന്നും അല്ല കേട്ടോ, ഇത് മിനിമം നമുക്ക് മറ്റു ഡിഫൻസിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ മറ്റ് സർവീസൊക്കെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഹൈറ്റ് ഉണ്ട്. 152 ഹൈറ്റ് എന്ന് പറയുന്നത് നോർമൽ ഹൈറ്റാണ്, വളരെ എന്താണ് ഹൈറ്റ് കുറവുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 152 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. ഇനി ഇതിൻ്റെ റിഫ്രാക്റ്റീവ് എററൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഡാപ്റ്ററൊക്കെ ± ഇവിടെ കാണാൻ നിങ്ങൾക്ക് 3.50D ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഐ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ക്ലിനിക്കിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കണ്ണട വെച്ചവർക്കും കണ്ണട വെക്കാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡൗട്ട് ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ണട വെച്ചവർക്കും അപ്ലൈ ചെയ്യാം, കണ്ണട വെക്കാത്തവർക്കും അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് 6/36 ആണ്. 2 കണ്ണും നമുക്ക് മാക്സിമം നമുക്ക് പറ്റുക ആ ഒരു വിത്തൗട്ട് നമുക്ക് ഈ പറയുന്ന ലെൻസോ അല്ലെങ്കിൽ കണ്ണടയൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റ് ചെയ്യാത്ത അവസ്ഥയാണ്. കറക്റ്റ് ചെയ്യാതെ നമുക്ക് 6/36 വരെ പറ്റും. ഓക്കെ, അപ്പോൾ 6/36 എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാഴ്ചക്ക് അത്യാവശ്യം എന്താണ് പ്രശ്നങ്ങളുള്ള, അതായത് ഈ പറയുന്ന അപ്പോൾ ഒരു 6/6 ആണ് നോർമൽ വരിക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ നോർമൽ വിഷൻ ഉള്ള ഒരാൾ 36 എന്താണ് ആ ഒരു മീറ്റർ, നമ്മൾ മീറ്റർ കണക്കാക്കുകയാണ്, 36 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് കാണുന്നത് നമുക്ക് 6 മീറ്ററിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അത്യാവശ്യം കണ്ണിന് കാഴ്ച കുറവുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് ചെയ്താൽ, കണ്ണട വെച്ചാൽ നമുക്ക് 2 കണ്ണെന്ത് കിട്ടണം, നിങ്ങൾക്ക് 6/6 വരണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്, അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കണ്ണട വെക്കാതെ ഉള്ള പവർ യാതൊരു പ്രശ്നവുമല്ല, അത് 6/36 വരെ പറ്റും. ഓക്കെ, അപ്പോൾ 6/36 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വീക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 6/36 കണ്ണട വെക്കാതെ അല്ലെങ്കിൽ ലെൻസ് വെക്കാതെ ഉള്ള പവർ പറ്റും, അപ് ടു ആണ് കേട്ടോ. 6/36 അപ്പുറത്തേ പറ്റൂല, 6/36 വരെ നിങ്ങൾക്ക് പറ്റും. ഇനി അതോടൊപ്പം തന്നെ അത് കറക്റ്റ് ചെയ്ത് നമ്മൾ കണ്ണട വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലെൻസൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് വേണം, 6/6 കൊണ്ടുവരണം. ആ 6/6 ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ. പിന്നെ കളർ പെർസെപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെക്കൻഡാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ഇനി ഇവിടെ ലേസിക് സർജറി, PRK ഇങ്ങനെയുള്ള സർജറി കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് ഇതിലേക്ക് എലിജിബിൾ അല്ല കേട്ടോ, അത് ആക്സെപ്റ്റഡ് അല്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിക്കാം. പിന്നെ ബോഡി ടാറ്റു അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാം കൂടെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് വലിയൊരു വീഡിയോ ആയിരിക്കും, ലെങ്തി വീഡിയോ ആയിരിക്കും. ഓൾറെഡി നമ്മളുടെ ലെങ്തി വീഡിയോ ആണ്. ഇനി ഇതിൻ്റെ പോസ്റ്റിംഗ്, അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 20 വർഷത്തേക്കാണ് ഇനീഷ്യലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സബ്ജക്ട് ടു സർവീസ് കണ്ടീഷൻ പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സർവീസിനനുസരിച്ചിട്ടും ഒക്കെ അനുസരിച്ച് അത് എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, നമുക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കമ്മീഷൻ്റെ ഓഫീസറൊക്കെ ആവുന്ന സമയത്തൊക്കെ അതിലൊക്കെ മാറ്റങ്ങൾ വരും. അതുപോലെ നിങ്ങൾക്ക് ഏജ് ആണെങ്കിൽ മാക്സിമം 57 വയസ്സ് വരെ, അതും സബ്ജക്ട് ടു സർവീസ് കണ്ടീഷൻ എന്ന് വ്യക്തമായിട്ട് പറയുന്നത്. അതൊക്കെ വാരി ചെയ്യാൻ ഡിപ്പെൻസ് ഓൺ എങ്ങനെയാണ് നമ്മളുടെ വർക്ക് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കഴിവും കാര്യമൊക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്കുള്ള ചാൻസുകളും വരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇനിഷ്യലി ഈ പറയുന്നതാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. ഇപ്പം നമ്മൾ എയർമാൻ ആയിട്ട് തന്നെ തുടരുകയാണെങ്കിൽ നമുക്ക് ആ ലെവലിൽ നമുക്ക് സർവീസ് തുടരാമെന്നുള്ളതാണ്.
ഇനി ഇവിടെ ഇനീഷ്യലി നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റ് ബേസ്ഡ് ഫേസ് ട്രെയിനിങ് എന്ന് പറയും, JBPT എന്ന് പറയാം. ജോയിൻറ്റ് ബേസ്ഡ് അല്ല കേട്ടോ, ജോയിൻറ്റ് ബേസിക് ഫേസ് ട്രെയിനിങ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡെസിഗ്നേറ്റഡ് ബേസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് വിവിധ ബേസിക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, അതിൻ്റെ ട്രെയിനിങ് ലഭിക്കും. ഈ JBPT നൽകും. അങ്ങനെ സക്സസ്ഫുള്ളി നിങ്ങൾ JBPT കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, യെസ്, അങ്ങനെ സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ട്രെയിനിങ് സ്പെസിഫിക് ഡ്യൂറേഷനിലേക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ എയർമാൻ എന്ന് പറയുന്നതാണല്ലോ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ട്രെയിനിങ്ങും അതുപോലെ ഇനി മറ്റെന്തെങ്കിലും സർവീസ് റിക്വയർമെൻറ്റിന് ആവശ്യമുള്ള മറ്റു ട്രെയിനിങ്ങും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ട്രെയിനിങ് ആണ് നമുക്ക് ആദ്യം നൽകുക. ആ ട്രെയിനിങ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറയുന്ന എയർമാൻ ആയിട്ട് നമ്മളെ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എയർമാൻ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ് സമയം ഉണ്ടല്ലോ, നമ്മുടെ ഇനീഷ്യൽ ട്രെയിനിങ് സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ടാണ് കിട്ടുക. മന്ത്ലി ഒരു 14,600 നമുക്ക് സ്റ്റൈപ്പൻഡ് എമൗണ്ട് ആയിട്ടാണ് ലഭിക്കുക. അപ്പോൾ ആ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി ഇതായാലും നമുക്ക് നമ്മുടെ സാലറി ബേസിക് പേ പ്ലസ് നമ്മുടെ ഈ പറയുന്ന മിലിറ്ററി സർവീസ് പേ MSP പാടെ ആഡ് ചെയ്ത് നമുക്ക് 26,900 പെർ മന്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന DA തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അലവൻസും കാര്യങ്ങളും അതർ അലവൻസും ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറഞ്ഞിട്ടും ഓക്കെ അങ്ങനെ ഒരുപാട് മെയിൻ്റനൻസ് അലവൻസ്, CPMA, അതുപോലെ ലീവ്, റേഷൻ അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഇതൊക്കെ അതിൻ്റെ എക്സ്ട്രാ ഉള്ളതാണ്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് ചേർന്ന് അപ്പം തന്നെ പറ്റില്ല, അതിന് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാം, നേടാൻ പറ്റും. ഇനി മറ്റു ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, റേഷൻ, ക്ലോത്തിങ്, മെഡിക്കൽ ഫെസിലിറ്റി, അക്കമഡേഷൻ, CSD ക്യാൻറ്റീൻ സ്റ്റോർ ഫെസിലിറ്റി ഉണ്ട്, ലീവ് ഉണ്ട് നിങ്ങൾക്ക് ആനുവലി ഒരു 60 days ആനുവൽ ആൻഡ് 30 days കാഷ്വൽ ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ട്രാൻസ്പോർട്ട് ഫോർ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസ് ഒക്കെ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് ആവശ്യമുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും കാര്യങ്ങളും അങ്ങനെ കുറേ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഗ്രൂപ്പ് ഇൻഷുറൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ജോബ് സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട വർക്ക് എന്തായിരിക്കും എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ എയർമാൻ എന്ന് പറയുന്ന ട്രേഡ് ആണെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ അസിസ്റ്റൻ്റ് ആണ് ട്രേഡ് വരുന്നത്. ആ മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ട്രേഡ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നഴ്സിംഗ് ആൻഡ് ഫസ്റ്റ് എയ്ഡിലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നഴ്സിംഗും ഫസ്റ്റ് എയ്ഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടികളായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരിക. അതോടൊപ്പം തന്നെ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറും ഡിസ്പെൻസറീസ് ഒക്കെ മാനേജ് ചെയ്യേണ്ടി വരും. മേ ബി എയർഫോഴ്സിൻ്റെ മറ്റു ഡ്യൂട്ടീസൊക്കെ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമാണ്, ഓൺലൈൻ എക്സാമിനേഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലേക്ക് phase 1 എന്ന് പറയുന്നത് ഓൺലൈൻ ടെസ്റ്റാണ്. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് വരും. മെയിലിൽ വന്നാൽ അത് കളർ പ്രിൻ്റ് ഔട്ട് എടുക്കണം. നിങ്ങൾ ആ കളർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒറിജിനൽ ആധാറും ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്നൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതത് എക്സാം സെൻറ്ററിൽ പോവുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 45 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന എക്സാം ആണ്. അത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടും. അതിൽ +2 CBSE ബേസ് ആയിരിക്കും സിലബസ്. പിന്നെ റീസണിങ്ങും ജനറൽ അവയർനെസ് ഒക്കെ അതിൽ വരും. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കിംഗ് സ്കീം വരാണെങ്കിൽ ഒന്ന് ശരിയായാൽ മാർക്ക്, തെറ്റാൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്കില്ല. ഇനി തെറ്റാൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ടും പിടിക്കും. അതൊക്കെയാണ് അതിൻ്റെ ഒരു സ്കീം. പിന്നെ phase 2 ആണ്. phase 1 നമ്മൾ സെലക്ട് ആയാൽ നമ്മൾ phase 2ലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. phase 2 വേറെ സെപ്പറേറ്റ് ന്യൂ അഡ്മിറ്റ് കാർഡ് തരും. അത് നിങ്ങൾ ഈ പറയുന്ന എവിടെയാണോ നമ്മൾ റിക്രൂട്ടിംഗ് സെൻറ്റർ ഏതാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോകണം. അതിൻ്റെ ആ സമയത്ത് സെക്കൻഡ് ഫേസിൽ വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകേണ്ടത്. അതൊക്കെ പിന്നെ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇതും കൂടെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ വീഡിയോ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഡ്യൂറേഷൻ കൂടും. ഓക്കെ, അല്ല തന്നെ നമ്മളെ പല വിദ്യാർത്ഥികളും പറയാതെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലേ, നമ്മളുടെ നീട്ടി വലിച്ച് പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ആഗ്രഹം കൊണ്ടൊന്നല്ല, വളരെ നമ്മൾ എഫേർട്ട് എടുക്കണം. ഒരു കാര്യം ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ഒരു വോയിസ് ഓവറൊക്കെ കൊടുത്തൊരു വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. എത്രത്തോളം നമുക്കതിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് കുറേ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഷോർട്ടാക്കുമോ എന്നൊക്കെ. എല്ലാവരും വേഗം ഷോർട്ടാക്കും. ഓക്കെ, നമുക്ക് ലെങ്തി വീഡിയോ പറയാനാണ് ഭയങ്കര പ്രശ്നം. ഏറ്റവും ഷോർട്ടാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഞാൻ ഇത് ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകട്ടെ എന്നുള്ളൊരു രീതിയിലാണ് വീഡിയോ വിശദമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് സീക്ക് ചെയ്ത് ഇങ്ങനെ കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് കാണാം കേട്ടോ, ബുദ്ധിമുട്ടുള്ളവർ. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. phase 2ൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ തന്നെ നമുക്ക് അതായത് നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, അത് PFT എന്ന് പറയും. പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ടെസ്റ്റ് 1 ടെസ്റ്റ് 2 വേറെ തന്നെ ഉണ്ട്.
അപ്പോൾ PFTയിൽ തന്നെ PFT 1ഉം 2 ഉണ്ട്. PFT 1 എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ ഓട്ടമാണ്. അത് നിങ്ങൾ 21 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. 21 വയസ്സിന് മുകളിലാണെങ്കിൽ അത് BSc അല്ലെങ്കിൽ ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർ 7 മിനിറ്റും ഒരു 30 സെക്കൻഡ് എക്സ്ട്രാ അവർക്ക് കിട്ടും. ഇനി ഫേസ് 2 ഈ പറയുന്ന PFT 2 ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓടി 10 മിനിറ്റ് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 10 പുഷപ്പ്. ഓക്കെ, പിന്നെ ഇതൊക്കെ 1 മിനിറ്റ് കൊണ്ട് കേട്ടോ, മാക്സിമം ടൈം പീരീഡ് 1 മിനിറ്റ് കൊണ്ട് 10 പുഷപ്പ് എടുക്കണം. പിന്നെ 10 സിറ്റപ്പ് നിങ്ങൾക്ക് 1 മിനിറ്റ്, പിന്നെ 20 സ്ക്വാട്ട് നിങ്ങൾക്ക് 1 മിനിറ്റ് ആണ് വരിക. ഇതിലൊക്കെ നിങ്ങൾക്ക് 2 മിനിറ്റ് ബ്രേക്കാണ് ഉണ്ടായിരിക്കുക. അതല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന ഓട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, മറ്റതിനൊക്കെ ഓരോന്ന് കഴിയുമ്പോൾ 2 മിനിറ്റ്. ഇനി അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്. ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഒന്നുമില്ല, നമുക്ക് ഈ പറയുന്ന മിലിറ്ററി വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എയർഫോഴ്സ് ആ ഒരു എൻവയറമെൻ്റായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. പിന്നെ ഫേസ് 3 എന്ന് പറയുമ്പോൾ മെഡിക്കലി നമ്മൾ ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയാണ്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ അതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഫോട്ടോ സിഗ്നേച്ചർ അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. അതിൻ്റെ രജിസ്ട്രേഷൻ ടൈം ഉണ്ടല്ലോ, ആ രജിസ്ട്രേഷൻ ഡേറ്റുമായി കണക്കാക്കി നമ്മൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാനാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് 100-200 KB ഫയൽ സൈസ് പറ്റും. പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ബ്ലാക്ക് സ്ലേറ്റ് നമ്മുടെ ചെസ്റ്റിൻ്റെ ലെവലിൽ നമ്മളൊരു ബ്ലാക്ക് സ്ലേറ്റ് ചെസ്റ്റിൻ്റെ ലെവലിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മുടെ പേര് ക്യാപിറ്റൽ ലെറ്റർ, ഫുൾ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഒരു വൈറ്റ് ചോക്ക് കൊണ്ട് ഒരു ബ്ലാക്ക് സ്ലേറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പേര് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ വൈറ്റ് ചോക്ക് കൊണ്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഡേറ്റ്, ഫോട്ടോ എടുത്ത ഡേറ്റ് എന്നാണോ ഫോട്ടോ എടുക്കുന്നത് ആ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ചോക്ക് കൊണ്ട് എഴുതുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്താൽ അതൊക്കെ റിജക്റ്റ് ആണുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ വേണം എന്നതിന് അവർ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഒരു മാസത്തിൻ്റെ ഉള്ളിലെടുത്ത ഡേറ്റ് ആയിരിക്കും അതിൽ കൊടുക്കേണ്ടത്. അതൊക്കെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകും. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് സ്ലേറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് പാസ്പോർട്ട് സൈസ് എടുക്കുക. നമ്മുടെ ചെസ്റ്റിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിൽ നിങ്ങളുടെ ഫുൾ നെയിം വൈറ്റ് ചോക്ക് കൊണ്ട് എഴുതുക. ദെൻ പിന്നെ അതിനുശേഷം ഫോട്ടോ എടുക്കുന്ന ഡേറ്റ് ആണ് കേട്ടോ, എന്നാണ് നിങ്ങൾ ഫോട്ടോ ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് ടേക്കൺ. അപ്പോൾ നിങ്ങൾ എന്നാണോ ഫോട്ടോ എടുക്കുന്നത് ആ ഡേറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ എഴുതേണ്ടത്, വൈറ്റ് ചോക്ക് കൊണ്ട് എഴുതാം. എന്നിട്ട് നിങ്ങൾ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് എടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് നോക്കുന്ന രീതിയിൽ. പിന്നെ എനിക്ക് നിങ്ങളുള്ള സജഷൻ തന്നെ ക്ലീൻ ഷേവൊക്കെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മളെ തിരിച്ചറിയണമല്ലോ, നമ്മൾ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ആ ലെവലിൽ ക്ലീൻ ഷേവ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി കാൻഡിഡേറ്റ് സിഗ്നേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പാനാണ് യൂസ് ചെയ്യേണ്ടത്. അത് 80-150 KB ഫയൽ സൈസ് പറ്റും. നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ ഇപ്പം 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥി, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 17 വയസ്സുള്ള വിദ്യാർത്ഥികൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാം അപ്ലൈ ചെയ്യാൻ. പക്ഷേ 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളാകുമ്പോൾ അവരുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ സിഗ്നേച്ചർ എന്ത് ചെയ്യണം, അവർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഇനി ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് 50-100 KB. നമ്മുടെ തള്ളവിരലിൽ അടുത്ത തള്ളവിരലുണ്ട്, ജസ്റ്റ് ഇംപ്രഷൻ നമ്മൾ സ്കാൻ ചെയ്യുക. ജസ്റ്റ് നമ്മളൊരു മഷിയിൽ മുക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി എക്സ്ട്രാ നമ്മളൊരു ഫോട്ടോ എന്ത് ചെയ്യണം, ലൈവ് ക്യാപ്ചറിങ് ഉണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് അല്ലാതെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വെബ് ക്യാം യൂസ് ചെയ്തിട്ടോ നിങ്ങൾ ലൈവായിട്ട് എന്ത് ചെയ്യണം, ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിൽ അപേക്ഷാ ഫീസ് ഉണ്ട് 550 രൂപ പ്ലസ് 88% GSTയും പാടതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റൊക്കെ ഞാൻ പറഞ്ഞു വീഡിയോയുടെ തുടക്കത്തിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ കാണാം ഇന്ത്യൻ എയർഫോഴ്സ് എയർമാൻ മെഡിക്കൽ അസിസ്റ്റൻറ്റ് പറഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് February 1 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏറ്റവും താഴോട്ട് ഇങ്ങനെ വരിക. ഇവിടെ വന്നാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സമയം നമുക്കിവിടെ കാണാം, ഇതവിടെ കാണാം സൈനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണിക്കും. ഓക്കെ, ഇവിടെ കാണാം IAF എയർമാൻ ഇൻടേക്ക് 1/2027 ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സൈനപ്പ് എന്ന് കാണാം. ഓൾറെഡി നമ്മൾ മുൻപ് എപ്പോഴെങ്കിലും ഇതിൽ സൈനപ്പ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ മെയിൽ ID യും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ലോഗിൻ ചെയ്യാൻ പറ്റും, സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് വിചാരിക്കുക. അപ്പോൾ ഞാൻ സൈനപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. സൈനപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, രജിസ്റ്റർ വിത്ത് ഡിജി
ലോക്കർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡിജി ലോക്കർ വെച്ചിട്ട് ഡിജി ലോക്കറിൽ അക്കൗണ്ട് ഉള്ളവർക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി അതില്ലെങ്കിൽ ഓക്കെ, അതില്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് ഡിജി ലോക്കറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് ആണുള്ള ഡയറക്റ്റ് ലിങ്ക് ഉണ്ട് കണ്ടോ, ക്രിയേറ്റ് അക്കൗണ്ട് ഇൻ ഡിജി ലോക്കർ ആൻഡ് രജിസ്റ്റർ. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി പോകും. അതിലേക്ക് നമുക്ക് ഡിജി ലോക്കറിൽ സൈൻ അപ്പ് ചെയ്യാനുള്ള, അതായത് ഡിജി ലോക്കറിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വെക്കണം നല്ലതാണ്, നമുക്ക് പല പർപ്പസിനും അത് ഉപയോഗിക്കാം. ഓക്കെ, അതായത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് നമ്മൾ കൊണ്ടുപോകുന്ന പല സന്ദർഭങ്ങളിലും നമുക്ക് ഡിജി ലോക്കർ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ വെരിഫൈ ചെയ്യാൻ പറ്റും അത് ഒറിജിനൽ ആണെന്ന്. ഇനി ഇവിടെ രജിസ്റ്റർ എന്നുള്ളത്, ഇപ്പോൾ ഡിജി ലോക്കർ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പേജ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഏറ്റവും എളുപ്പം നമുക്ക് ഡിജി ലോക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് പല ആവശ്യത്തിനും ഉപയോഗിക്കുകയും ചെയ്യാം. ഇങ്ങനെ സൈൻ അപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് എന്താണ് OTP ജനറേറ്റ് ചെയ്ത് അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് താല്പര്യം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം, മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ അധികമായിട്ട് ചെയ്തു വരും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക്